ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്ക ഫ്രൈ ആണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 മുരിങ്ങയ്ക്ക നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് സ്റ്റീം ചെയ്തെടുത്തതാണ്. ഈ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ പച്ചരി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളക്, 3-4 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 ചെറുള്ളി, ആവശ്യത്തിന് കരിവേപ്പില. ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങയ്ക്ക അതിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. കോട്ട് ചെയ്യാനുള്ള അരപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മഷി പോലെ അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഈ മുരിങ്ങയ്ക്ക ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഈ മുരിങ്ങയ്ക്ക നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മുരിങ്ങയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി തക്കാളി മോരുകറി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് മോരുകറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തേങ്ങയോ പുളിയോ ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തക്കാളി മോരുകറി ചെയ്യാം. പുളിക്ക് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തക്കാളിയും കുറച്ച് ലെമൺ ജ്യൂസും ആണ്. അപ്പൊ തേങ്ങ ഇല്ലാണ്ട് തന്നെ എളുപ്പത്തിൽ ഒരു മോരുകറി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 3/4 കപ്പ് തൈര്, 1 സ്പൂൺ ലെമൺ ജ്യൂസ്, 2 തക്കാളി, 1 ഉണ്ട കാന്താരി, 2 പച്ചമുളക്. ഞാൻ ഉണ്ടക്കാന്താരി എടുത്തേക്കുന്നത് നല്ല എരിവുള്ളത് കൊണ്ടാണ്. അതിനനുസരിച്ച് നമുക്ക് പച്ചമുളകിന്റെ അളവ് മാറ്റാം. ഉണ്ടക്കാന്താരി വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്താൽ മതി. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കായം, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇതെല്ലാം കൂടെ ഒരു ജാറിൽ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അങ്ങനെ മോരുകറി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് താളിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടെ ആഡ് ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ആദ്യം തന്നെ നമുക്ക് കടുക് ചേർക്കാം. ഇതിലേക്ക് ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ഒരു 2 ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളക് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില, കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം.
അങ്ങനെ തക്കാളി മോര് കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഊണിൻ്റെ കൂട്ടത്തിൽ നല്ല 2 ബെസ്റ്റ് കോമ്പിനേഷനാണ് തക്കാളി മോര് കറിയും മുരിങ്ങയ്ക്ക ഫ്രൈയും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.